ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലെൻ പി എസ് സി അക്കാഡമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് IPM ആണ്. IPM മീൻസ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫുഡ് എൻവയോൺമെൻറ്റിൽ നിന്ന് പെസ്റ്റ് പോപ്പുലേഷനെ മിനിമൈസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഫുഡ് പ്രോസസ്സിംഗ് എൻവയോൺമെൻറ്റിൽ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നത് മസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ ബിസിനസ് റെപ്യൂട്ടേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഫുഡ് എൻവയോൺമെൻറ്റിൽ പെസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം വെരി സെൻസിറ്റീവുമാണ്. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെക്നിക്സ് യൂസ് ചെയ്ത് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റമാണ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ടൂൾസ് ഓഫ് പെസ്റ്റ് മാനേജ്മെൻറ്റ്, അതായത് പെസ്റ്റ് മാനേജ്മെൻറ്റിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ്, കൾച്ചറൽ മെത്തേഡ്സ്, മെക്കാനിക്കൽ മെത്തേഡ്സ്, ഫിസിക്കൽ മെത്തേഡ്സ്, ബയോളജിക്കൽ മെത്തേഡ്സ്, ജെനറ്റിക് മെത്തേഡ്സ്, റെഗുലേറ്ററി ആൻഡ് കെമിക്കൽ മെത്തേഡ്സും. അപ്പം ഇത്രയും മെത്തേഡ്സാണ് പെസ്റ്റ് മാനേജ്മെൻറ്റ് ടൂൾസായിട്ട് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് മെത്തേഡ് കൾച്ചറൽ മെത്തേഡ്സ് ഓർ അഗ്രോണമിക്കൽ പ്രാക്ടീസസ്. അപ്പം കൾച്ചറൽ മെത്തേഡ്സ് അല്ലെങ്കിൽ അഗ്രോണമിക്കൽ പ്രാക്ടീസസ് യൂസ് ചെയ്തത് വെറൈറ്റീസ് കൃഷിയിൽ വേറെ വ്യത്യാസങ്ങൾ വരുത്തി പ്രാക്ടീസ് ചെയ്ത് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാമെന്ന് പറയാം. അപ്പം അതിനകത്ത് പല വെറൈറ്റീസ് അല്ലെങ്കിൽ പല ടെക്നിക്സുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. യൂസ് ഓഫ് റെസിസ്റ്റൻറ്റ് വെറൈറ്റീസ്, ക്രോപ്പ് റൊട്ടേഷൻ, ക്രോപ്പ് റെഫ്യൂസ് ഡിസ്ട്രക്ഷൻ, tillage of soil, variations in time of planting and harvesting, pruning or thinning and proper spacing, judicious and balanced use of fertilizers. അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു കൾച്ചറൽ മെത്തേഡ്സിൽ കൂടെ പെസ്റ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് റെസിസ്റ്റൻറ്റ് വെറൈറ്റീസ് യൂസ് ചെയ്തും ക്രോപ്പ് റൊട്ടേഷൻ നടത്തിയും അതുപോലെ തന്നെ സോയിലിൻ്റെ ടൈപ്പ് മനസ്സിലാക്കി അതുപോലെ തന്നെ പ്ലാന്റിങ്ങിൻ്റെയും ഹാർവെസ്റ്റിങ്ങിൻ്റെയും ടൈം വേരി ചെയ്തും അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് സ്പേസിങ് കൊടുത്തും അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ്, ബാലൻസ്ഡ് ജുഡീഷ്യസ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് കൾച്ചറൽ മെത്തേഡ്സിൽ കൂടെ ക്രോപ്പിനെ പെസ്റ്റിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സെക്കൻഡ് മെത്തേഡ് മെക്കാനിക്കൽ മെത്തേഡ്. അതായത് മെക്കാനിക്കൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെക്കാനിക്കലായിട്ട് പെറ്റ്സിനെ കൺട്രോൾ ചെയ്യുക. അതായത് ഹാൻഡ് ഡിസ്ട്രക്ഷൻ, നമുക്ക് എന്തെങ്കിലും ഹാൻഡ് കൊണ്ട് ഡിസ്ട്രക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ എക്സ്ക്ലൂഷൻ ഓഫ് ബെറീസ് കൊടുത്ത് ബാരിയേഴ്സിൻ്റെ ഇതിലൂടെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം ക്രോപ്പിനെ. അതുപോലെ തന്നെ ട്രാപ്പുകൾ യൂസ് ചെയ്ത് പെസ്റ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത്രയും ആണ് മെക്കാനിക്കൽ മെത്തേഡ്സ്. മെക്കാനിക്കൽ മെത്തേഡ്സിൽ കൂടെ നമുക്ക് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. തേർഡ് വൺ ഫിസിക്കൽ മെത്തേഡ്സ്. ഫിസിക്കൽ മെത്തേഡ്സ് നമുക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഹോട്ട് വാട്ടർ ട്രീറ്റ്മെൻറ്റ് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഗോഡൗണിലൊക്കെ ഏതെങ്കിലും ഗ്രെയിൻസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എബോവ് 50 ഡിഗ്രി സെൽഷ്യസിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മോയ്സ്ചർ കണ്ടൻറ്റ് മാക്സിമം റെഡ്യൂസ് ചെയ്യുക. മോയ്സ്ചർ കണ്ടൻറ്റ് റെഡ്യൂസ് ചെയ്യുമ്പം തന്നെ നമുക്ക് ഗ്രെയിൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഫിസിക്കൽ മെത്തേഡ്സ്. ഈ ഫിസിക്കൽ മെത്തേഡ്സിൽ കൂടെ നമുക്ക് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ബയോളജിക്കൽ കൺട്രോൾ. ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും എനിമീസിനെ കൊണ്ട്, അതായത് ഏതെങ്കിലും പെസ്റ്റിൻ്റെ എനിമീസിനെ അവിടെ അപ്ലൈ ചെയ്ത് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യലായിട്ട് കോളനിയോ അല്ലെങ്കിൽ പാരസൈറ്റ്സിൻ്റെ കോളനി ഫോം ചെയ്യിപ്പിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ചെയ്യാറുണ്ട്. അതായത് നമ്മൾ ചിലപ്പം ഏതെങ്കിലും പെറ്റ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഒക്കെ നമ്മൾ ഉറുമ്പിനെ അപ്ലൈ ചെയ്യാറുണ്ട്. അതായത് ഒരു റെഡ് കളറിലുള്ള ഉറുമ്പിനെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. അതുപോലെ ഏതെങ്കിലും പെസ്റ്റിന് എഗനസ്റ്റ് ആയിട്ടുള്ള അവരുടെ എനിമിയെ നമ്മൾ കൊടുത്ത് ആ പെസ്റ്റിനെ റിമൂവ് ചെയ്യിക്കുന്ന മെത്തേഡാണ് ബയോളജിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ജെനറ്റിക് മെത്തേഡ്. അതായത് ജെനറ്റിക് മെത്തേഡിനകത്ത് നമ്മൾ സ്റ്റെറൈലായിട്ടുള്ള മെയിൽ ഇൻസെക്റ്റിനെ വൈഡ് ഫീമെയിൽ ഇൻസെക്റ്റുമായിട്ട് മെയ്റ്റ് ചെയ്യിപ്പിച്ച് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യൽ റെഡ്യൂസ് ചെയ്ത് ചെയ്യുന്ന മെത്തേഡാണ് മെയിൽ സ്റ്റെറൈൽ ടെക്നിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പെസ്റ്റിൻ്റെ പോപ്പുലേഷനെ റെഡ്യൂസ് ചെയ്യിപ്പിക്കുന്നു. ലാസ്റ്റ് മെത്തേഡ് കെമിക്കൽ മെത്തേഡ്സ്. യൂസ് ഓഫ് അട്രാക്റ്റൻസ്, യൂസ് ഓഫ് റിപ്പലൻസ്,
യൂസ് ഓഫ് ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ്, യൂസ് ഓഫ് ഇൻസെക്ടിസൈഡ്സ്. അപ്പം ഇത്രയുമാണ് നമ്മൾ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന ടൂൾസ് എന്ന് പറയുന്നത്. പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് നാച്ചുറൽ, അതായത് ക്രോപ്പിനെ റൊട്ടേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നാച്ചുറലായിട്ട് അഗ്രികൾച്ചറിൽ തന്നെ ചേഞ്ചസ് വരുത്താം. അതുപോലെ തന്നെ നമ്മൾ മെക്കാനിക്കലായിട്ട്, അതുപോലെ തന്നെ ഫിസിക്കലായിട്ട്, കെമിക്കലായിട്ട്, ജനറ്റിക്കലായിട്ട് ഒക്കെ നമ്മൾ ചേഞ്ചസ് വരുത്തി പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന പെസ്റ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന മെത്തേഡ്സുകളാണ്. നെക്സ്റ്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പം 8 പ്രിൻസിപ്പിൾസ് ആണ് ഈ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലുള്ളത്. ഫസ്റ്റ് വൺ പ്രിവെൻഷൻ, സെക്കൻഡ് മോണിറ്ററിങ്, തേർഡ് ഡിസിഷൻ മേക്കിംഗ്, ഫോർത്ത് വൺ നോൺ കെമിക്കൽ മെത്തേഡ്സ്, ഫിഫ്ത്ത് വൺ പെസ്റ്റിസൈഡ് സെലക്ഷൻ, നെക്സ്റ്റ് വൺ റെഡ്യൂസ്ഡ് പെസ്റ്റ് യൂസ്, നെക്സ്റ്റ് വൺ ആൻറ്റി റെസിസ്റ്റൻസ് സ്ട്രാറ്റജീസ്, ലാസ്റ്റ് വൺ ഇവാലുവേഷൻ. അപ്പം ഇത്രയും മെത്തേഡ്സിൽ കൂടെയാണ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. പ്രിവെൻഷൻ, മോണിറ്ററിങ്, ഡിസിഷൻ മേക്കിംഗ്, നോൺ കെമിക്കൽ മെത്തേഡ്സ്, പെസ്റ്റിസൈഡ്സ് സെലക്ഷൻ, റെഡ്യൂസ്ഡ് പെസ്റ്റ് യൂസസ്, ആൻറ്റി റെസിസ്റ്റൻസ് സ്ട്രാറ്റജീസ്, ഇവാലുവേഷൻ. പ്രിൻസിപ്പിൾ 1 പ്രിവെൻഷൻ ആൻഡ് സപ്രഷൻ. അതായത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ മാക്സിമം നമ്മൾ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. അതായത് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നത് പല മെത്തേഡ്സ് യൂസ് ചെയ്യാം. നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന മെഷീനറീസും എക്യുപ്മെൻറ്റ്സും അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ ക്രോപ്പിൽ വരുന്ന പെസ്റ്റുകളാണെങ്കിൽ ക്രോപ്പ് റൊട്ടേഷൻ നടത്തി പെസ്റ്റിൻ്റെ ലൈഫ് സൈക്കിളിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫാമിങ്ങിൽ പല കൾട്ടിവേഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യുക, അതായത് കൾട്ടിവേഷൻ മെത്തേഡ്സ് ചേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ പെസ്റ്റ് റെസിസ്റ്റൻറ്റ് വെറൈറ്റീസ് മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഇത്രയുമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കുറേ നമുക്ക് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് മെത്തേഡാണ് പ്രിവെൻഷൻ ആൻഡ് സപ്രഷൻ. അതായത് മാക്സിമം നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഹൈജീൻ കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്തും ക്രോപ്പ് റൊട്ടേഷൻ നടത്തിയും അതുപോലെ തന്നെ വെറൈറ്റീസ് ഓഫ് സീഡിനെ സെലക്ട് ചെയ്ത് പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സീഡ്സിനെ സെലക്ട് ചെയ്തും കൾട്ടിവേഷൻ ടെക്നീക്സിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൾട്ടിവേഷൻ ടെക്നീക്സ് കൊണ്ടുവന്ന് നമുക്ക് ഫസ്റ്റ് ഇതിനെ പെസ്റ്റിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് പ്രിൻസിപ്പിൾ മോണിറ്ററിങ്. അതായത് ഹാർംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ മോണിറ്റർ ചെയ്യും. അതായത് ആഡിക്വേറ്റ് മെത്തേഡ്സ് അതുപോലെ ടൂൾസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്താണോ അത് വെച്ച് നമ്മൾ അതിനെ മോണിറ്റർ ചെയ്യുന്നു. അതായത് ഒബ്സർവേഷൻ നടത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ട് കൊടുത്തോ ഫോർകാസ്റ്റ് ചെയ്യും. അതായത് എയർലി ഡയഗ്നോസിസ് സിസ്റ്റം യൂസ് ചെയ്ത് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി കാണും. അതായത് ഇന്ന ടൈപ്പ് ഓഫ് പെസ്റ്റാണ് ഇവിടെ അഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ മുൻകൂട്ടി കാണുന്ന ഒരു മെത്തേഡാണ് മോണിറ്ററിങ് എന്ന് പറയുന്നത്. അതായത് മോണിറ്ററിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ, ഏത് പെസ്റ്റാണ് അഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യും. അതാണ് മോണിറ്ററിങ്. അതായത് കറക്റ്റായിട്ടുള്ള ഒബ്സർവേഷനിൽ നിന്ന് വേണം അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി. ആ മെത്തേഡാണ് മോണിറ്ററിങ് എന്ന് പറയുന്നത്. തേർഡ് വൺ ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മോണിറ്റർ ചെയ്ത് ഏത് ടൈപ്പ് ഓഫ് പെസ്റ്റാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. ആ ഐഡൻറ്റിഫിക്കേഷന് ശേഷം പെസ്റ്റിൻ്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി അതുപോലെ തന്നെ പോപ്പുലേഷൻ ലെവൽ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതായത് ആ മനസ്സിലാക്കിയതിന് ശേഷം അത് ഏത് ടൈപ്പ് ഓഫ് സ്പീഷീസ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ക്രോപ്പിനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ അത് ഏത് ടൈം ഇൻ്റർവെല്ലിലാണ് ക്രോപ്പിനെ അഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളതും അതുപോലെ തന്നെ ആ ക്രോപ്പ് ഏത് സ്പെസിഫിക് ക്രോപ്പിനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ പെസ്റ്റിൻ്റെ ലൈഫ് സൈക്കിള്, ക്ലൈമറ്റ് കണ്ടീഷന് ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നു. അതായത് ഏത് ടൈപ്പ് ഓഫ് കെമിക്കൽസ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നുള്ള ഡിസിഷൻ എടുക്കുന്നു. അപ്പം ഡിസിഷൻ എടുക്കുന്നതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ മോണിറ്റർ ചെയ്ത് ഏത് ടൈപ്പ് ഓഫ്
പെസ്റ്റാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ഐഡൻറ്റിഫിക്കേഷന് ശേഷം ആ പെസ്റ്റിൻ്റെ പോപ്പുലേഷൻ ഡെൻസിറ്റിയും അതുപോലെ തന്നെ ഏത് സ്പെസിഫിക് ക്രോപ്പിനെയാണ് അഫക്റ്റ് ചെയ്യുന്നതും അതിൻ്റെ ലൈഫ് സൈക്കിളും ക്ലൈമറ്റ് കണ്ടീഷനും എല്ലാം ഒബ്സർവ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളൊരു ഡിസിഷൻ മേക്ക് ചെയ്യാവുള്ളൂ. അതാണ് തേർഡ് സ്റ്റെപ്പിൽ അല്ലെങ്കിൽ തേർഡ് പ്രിൻസിപ്പിളിൽ നടക്കുന്ന പ്രൊസീജിയർ. ഫോർത്ത് പ്രിൻസിപ്പിൾ നോൺ കെമിക്കൽ മെത്തേഡ്സ്. അപ്പം നമ്മളൊരു മോണിറ്റർ ചെയ്ത് ഡിസിഷൻ എടുത്തു. അപ്പം ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ പെസ്റ്റിനെ എങ്ങനെ നമ്മൾ റെഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യണമെന്ന് നോക്കുക. അപ്പം ഫസ്റ്റ് ഹാൻഡിൽ നമ്മൾ നോൺ കെമിക്കൽ മെത്തേഡ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം കെമിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് അതുപോലെ തന്നെ പല ഹസാർഡ്സിനും കാരണമാവും. അപ്പം നമ്മൾ നോൺ കെമിക്കൽ മെത്തേഡ്സ് ഫസ്റ്റ് അപ്ലൈ ചെയ്യും. അതായത് നോൺ കെമിക്കൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ് പെസ്റ്റ് മാനേജ്മെൻറ്റ് ടൂൾസ് യൂസ് ചെയ്യും. അതായത് നാച്ചുറൽ ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യും. നാച്ചുറലായിട്ട് ക്രോപ്പ് റൊട്ടേഷനും അങ്ങനെ പല രീതിയിൽ ചെയ്യും. അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ മെക്കാനിക്കലായിട്ടും ഫിസിക്കലായിട്ടുള്ള ഏതെങ്കിലും ഏജൻറ്റ് അല്ലെങ്കിൽ മെത്തേഡ്സ് യൂസ് ചെയ്ത് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യും. അതാണ് നോൺ കെമിക്കൽ മെത്തേഡ്സ്. നോൺ കെമിക്കൽ മെത്തേഡ്സിൽ മെക്കാനിക്കലും ഫിസിക്കൽ മെത്തേഡ്സും ബയോളജിക്കൽ മെത്തേഡ്സും അപ്ലൈ ചെയ്ത് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഫിഫ്ത്ത് പെസ്റ്റിസൈഡ് സെലക്ഷൻ. അതായത് പെസ്റ്റിസൈഡ് അതായത് നോൺ കെമിക്കൽ മെത്തേഡ് യൂസ് ചെയ്ത് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പെസ്റ്റിസൈഡ് യൂസ് ചെയ്യും. അതായത് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ പെസ്റ്റിസൈഡ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തേക്കുന്നതാണ്. എങ്കിലും നമുക്ക് ബയോളജിക്കൽ മെത്തേഡ് മെക്കാനിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ ഫിസിക്കൽ മെത്തേഡ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പെസ്റ്റിനെ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്ത് കില്ല് ചെയ്യാറുണ്ട്. അപ്പോൾ പെസ്റ്റിസൈഡ്സിനെ യൂസ് ചെയ്ത് അതിനെ കൺട്രോൾ ചെയ്തതിന് ശേഷം അതിനെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് വരും. അതായത് പെസ്റ്റിസൈഡ് യൂസ് ചെയ്യുന്നത് ഹാംഫുൾ ആകാത്ത രീതിയിൽ, ഹ്യൂമന് ഹാംഫുൾ ആകാത്ത രീതിയിൽ പെസ്റ്റിസൈഡ് യൂസ് ചെയ്ത് അതിനെ പെസ്റ്റിനെ റെഡ്യൂസ് ചെയ്യുന്ന സ്റ്റേജാണ് പെസ്റ്റിസൈഡ് സെലക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. സിക്സ്ത് പ്രിൻസിപ്പിളിൽ പറയുന്ന റെഡ്യൂസ്ഡ് പെസ്റ്റിസൈഡ് യൂസ്. അതായത് നമ്മൾ മെക്കാനിക്കൽ സപ്പോർട്ടും ഫിസിക്കലായിട്ടും ബയോളജിക്കലായിട്ടും കൺട്രോൾ ചെയ്യാത്തതിനെ നമ്മൾ പെസ്റ്റിസൈഡ് യൂസ് ചെയ്ത് റെഡ്യൂസ് ചെയ്യുന്നു. ആ പെസ്റ്റിസൈഡ് യൂസ് ചെയ്ത് റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പം പതുക്കെ ആ പെസ്റ്റിസൈഡിൻ്റെ ഡോസിനെ അല്ലെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ കുറച്ച് കൊണ്ടുവന്ന് സൈഡ് എഫക്റ്റ്, അതായത് പെസ്റ്റിസൈഡ്സിൽ നിന്നുള്ള സൈഡ് എഫക്റ്റിനെ റെഡ്യൂസ് ചെയ്യുന്ന സ്റ്റേജാണ് റെഡ്യൂസ്ഡ് പെസ്റ്റിസൈഡ് യൂസ് എന്ന് പറയുന്നത്. സെവൻത് പ്രിൻസിപ്പിൾ ആൻറ്റി റെസിസ്റ്റൻസ് സ്ട്രാറ്റജീസ്. അപ്പം അൺമാനേജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള പെസ്റ്റിസൈഡ് യൂസ് പെസ്റ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അങ്ങനെ ആ ഒരു സ്റ്റേജിൽ IPM ഒരു ആൻറ്റി റെസിസ്റ്റൻസ് സ്ട്രാറ്റജി കൊണ്ടുവന്നു. അതായത് ഡിഫറെൻ്റ് ആയിട്ട് പെസ്റ്റിസൈഡ്സിൻ്റെ യൂസ്, അതായത് ഡിഫറെൻറ്റ് മോഡ് ഓഫ് ആക്ഷനും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈമിൽ അപ്ലൈ ചെയ്ത് ആ സ്ട്രാറ്റജി, അതായത് പെസ്റ്റിസൈഡ്സിനെ മാനേജ് ചെയ്യുന്ന ഒരു രീതിയാണ് ആൻറ്റി റെസിസ്റ്റൻറ്റ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് പ്രിൻസിപ്പിൾ or last step of integrated pest management system is evaluation. അതായത് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലെ മെയിൻ സ്റ്റെപ്പാണ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ് ഇവാലുവേഷൻ. അതായത് റെക്കോർഡ്സിൻ്റെ ബേസിസിൽ, അതായത് പെസ്റ്റിസൈഡ്സിന് ഓരോ പ്രോസസ്സിൻ്റെയും ബേസിസിൽ പെസ്റ്റിസൈഡ്സിൽ വന്ന റിഡക്ഷൻ എത്രത്തോളമാണെന്നും ആ സ്റ്റഡി എത്രത്തോളം ഈ പ്ലാൻ എഫക്റ്റീവ് ആയി എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇവാലുവേഷൻ ടെക്നിക്ക് അല്ലെങ്കിൽ ഇവാലുവേഷൻ മെത്തേഡ് എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത്രയുമാണ് 8th പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ അതിനെ ഇൻസ്പെക്റ്റ് ചെയ്യും, ഏത് ടൈപ്പ് ഓഫ് ഈ പെസ്റ്റാണ് അതിനെ അഫക്റ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യും. അതിനുശേഷം അതിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതായത് ക്രോപ്പിനെ പെസ്റ്റിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആക്ഷൻ എടുക്കും. അതിനുശേഷം അതിനെ ഇൻസ്പെക്റ്റ് ചെയ്യും, എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം ചെക്ക് ചെയ്ത് അതിന് വേണ്ട ഡിസിഷൻ എടുത്തിട്ട് അതിന്
അതായത് നോൺ കെമിക്കൽ മെത്തേഡ് ആദ്യം അപ്ലൈ ചെയ്യുന്നു. അതും അത് എഫക്റ്റീവ് ആയില്ലെങ്കിൽ കെമിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുന്നു. കെമിക്കൽ മെത്തേഡ് യൂസ് ചെയ്ത് കെമിക്കൽ മെത്തേഡ് റെഡ്യൂസ് ചെയ്ത് ലാസ്റ്റ് വന്ന് അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. അപ്പം ഇത്രയുമാണ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലെ മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. IPM has many advantages, that is reduced amount of broad spectrum pesticides, reduced chance of pest developing resistance, reduced health risk to human, reduced health risk to pest organisms. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ, അതായത് ഇതിന് കറക്റ്റായിട്ട് ഫാർമേഴ്സിന് ഇത് കറക്റ്റായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് അത് മോണിറ്റർ ചെയ്ത് മാത്രമേ ഈ സിസ്റ്റത്തിലേക്ക്, അതായത് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ കൂടെ പെസ്റ്റിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇതൊരു ടൈമും എനർജി കൺസ്യൂമിങ്ങുമാണ്. അതായത് കുറേ സമയം എടുത്ത് വേണം നമ്മളിതിനെ പെസ്റ്റിനെ കൺട്രോൾ ചെയ്ത് മോണിറ്റർ ചെയ്ത് ഡിസിഷൻ എടുത്ത് അങ്ങനെ പല സ്റ്റെപ്പുകളിൽ കൂടെ മാത്രമേ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം പെട്ടെന്ന് നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തതാണ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഇത് മോർ എഫക്റ്റീവാണ്. അതുപോലെ തന്നെ കുറച്ച് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ടൈം കൺസ്യൂമിങ്ങും അതുപോലെ തന്നെ കുറച്ച് ഫാർമേഴ്സിന് കുറച്ച് എഡ്യൂക്കേഷൻ കൊടുക്കുകയൊക്കെ ചെയ്യണം. അങ്ങനെ കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഉണ്ട് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന്. ഇന്നത്തെ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത എന്താണ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നും അതിനകത്ത് യൂസ് ചെയ്യുന്ന ടൂൾസും അതിൻ്റെ 8 പ്രിൻസിപ്പിൾസുമാണ് നമ്മളിന്ന് പഠിച്ചത്. ആ പ്രിൻസിപ്പിൾസിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം ഈ ടോപ്പിക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.